എന്നാൽ അമ്പലം രണ്ടമ്പലം എന്ന് പറഞ്ഞാൽ രണ്ടമ്പലം നമുക്ക് പ്രധാനപ്പെട്ട അമ്പലം തന്നെയാണ്. പക്ഷേ മാറി നിന്നതല്ല, ഇതാണ് അവസ്ഥ. നമ്മളെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ആയതുകൊണ്ട് ശരിക്കും നമ്മൾ മറ്റ് യൂട്യൂബർ ആയതുകൊണ്ടൊന്നും അല്ല. കുടു എന്താ വേണം? കുടു ഒന്നും വേണ്ട, പറയൂ കുടു. ഹായ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. പണി കഴിഞ്ഞ് വന്നിട്ട് കൈ മുഖം ഒന്നും കഴുകിയിട്ടില്ല, വന്ന് കയറിയ പാടാണ്. അപ്പം ഡ്രസ്സ് പോലും മാറിയിട്ടില്ല, വന്ന പാട് പിടിക്കുന്നതാണ് കേട്ടോ. മുഖമൊക്കെ പുകയും പൊടിയും, എൻ്റെ അമ്മേ. അപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോ ഇടാനൊന്നും ഒരു സമയം കിട്ടാറില്ല. എല്ലാവരും വീഡിയോ ഒരുപാട് പേര് നോക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആരോടും ഒന്നും ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. എനിക്ക് സമയം ഒരു തരത്തിൽ സമയത്ത് കിട്ടാഞ്ഞിട്ടാണ്. വീഡിയോ ചെയ്യാനും സമയം കിട്ടുന്നില്ല, എഡിറ്റ് ചെയ്യാനും സമയം കിട്ടുന്നില്ല, അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയായി പെട്ടോ. ഒരു 3-4 ദിവസമായിട്ട് വല്ലാത്തൊരു ഓട്ടപ്പാച്ചിലായി പോയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും വീഡിയോ കാണാത്തത് കേട്ടോ, കാണാൻ പറ്റാതെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ പോയത്. എല്ലാവരും ഒന്ന് എന്താ പറയുക, ഓർക്കണേ, മറന്നു പോയല്ലേ. സമയമില്ലാത്തതുകൊണ്ടും എനിക്ക് പറ്റാഞ്ഞിട്ടാണ്. ഒരുപാട് തിരക്കായിപ്പോയി, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓട്ടം തന്നെയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇന്ന് ഞാൻ ഇത് പിടിച്ച് വെക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല എഡിറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് സാരിയൊക്കെ എടുത്ത് കൊടുക്കാനൊക്കെ നോക്കി അവസാനം അതൊക്കെ ഊരിപ്പറിച്ച് അവിടെ ഇട്ട് ചുരിദാറിട്ട് തന്നെ പോകേണ്ടി വന്നു കേട്ടോ. കാരണം ഒരു 3-4 ദിവസമായിട്ട് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല, അത്രയും തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ചേട്ടായി ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നതിന് ശേഷം ഏട്ടന് തീരെ വയ്യ, ഒരു പനി, ജലദോഷം, ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏട്ടനും പോയിരുന്നില്ല. അപ്പം ഇപ്പം നമ്മളെ നാട്ടിൽ പ്രധാനമായിട്ട് ഞങ്ങൾക്ക് 2 ഉത്സവമാണല്ലോ. ഒന്ന് ഞങ്ങളെ വീടിൻ്റെ മലയിൽ അപ്പം എല്ലാ പ്രാവശ്യവും എന്ന് പറഞ്ഞാൽ ഉത്സവത്തിൻ്റെ മുമ്പേ അമ്പലത്തിൽ എല്ലാ പണികൾക്കും കൂടി കൊടുക്കാനും എല്ലാത്തിനും പോകാറുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാം കഴിഞ്ഞ് പാത്രം കഴുകി കമത്തി അങ്ങനെ വീട്ടിൽ പോരുന്ന ആയിരുന്നു. അപ്പം ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് പോകാനും കൂടെ തുടങ്ങിയതുകൊണ്ട് നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും സമയം ഒരുപാട് വൈകും. പിന്നെ പഴയ പോലെ താഴെയല്ലല്ലോ വീട്, മുകളിലല്ലേ, പനിക്കിച്ചാൽ അവിടെ എത്തണം കേട്ടോ. അപ്പോൾ അവിടുന്ന് നമുക്ക് വരാനുള്ള ബുദ്ധിമുട്ടും കാരണം എല്ലാം കൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഇപ്രാവശ്യം ഒന്നിനും നമുക്ക് കഴിയാതെ പോയത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വീട് പണി, അതിന് വേണ്ടിയുള്ള ഓട്ടം, അതിൻ്റെ നമുക്കാണ് പഞ്ചായത്തിൽ ഫണ്ടില്ല, അപ്പം നമ്മൾ അതിന് കണ്ടെത്തണം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായതുകൊണ്ടാണ് എന്താ പറയുക, എനിക്കൊരു സത്യം പറഞ്ഞാൽ ഈ ഒരാഴ്ചയായിട്ട് തീരെ സമയമില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ എങ്കിലും ഞങ്ങൾ ഉത്സവത്തിന് വന്നിട്ടുണ്ട്, ചെറിയൊരു പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ജനങ്ങളായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് നല്ല ജനങ്ങളായിരുന്നു. ഇവിടെ നിന്നൊക്കെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. നല്ല നല്ല പ്രോഗ്രാമുകളുണ്ടായിരുന്നു. കുറേ കുട്ടികളുടെ ഭരതനാട്യം അരങ്ങേറ്റം ഉണ്ടായിരുന്നു. പിന്നെന്താണ് സമൂഹ വിരുന്ന്, അതായത് എല്ലാ മതത്തിലെ ആളുകളും എല്ലാവരെയും വിളിച്ച് നല്ലൊരു വിരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ജീവതാളം, അങ്ങനെ ക്യാമ്പുകൾ നടത്തി, അങ്ങനെ ഒത്തിരി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഉത്സവം തന്നെയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. പക്ഷേ എനിക്ക് മുഴുവനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാനല്ല കൂടുതലും വീഡിയോ പിടിച്ചത്, മോനൂസാണ് കേട്ടോ. അവൻ്റെ കയ്യിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത്. അപ്പം ഉള്ള വീഡിയോസ്, ഞങ്ങളുടെ കയ്യിലുള്ള വീഡിയോസ്, ഞങ്ങളുടെ നാട്ടിലെ ശ്രീ പോർക്കലി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. അത് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ.
അതി അതി ഉടു പിന്നെ ഇതാ ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഫ്രണ്ട്സിൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഡാൻസും ഒരുപാട് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാമൊക്കെ നടത്തി നല്ല 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 ഭംഗിയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു, ഒന്നും കണ്ടിരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇരുന്നില്ല കേട്ടോ. പിന്നെ അമ്പലത്തിലെ ഒരുപാട് ചേച്ചിമാർ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് പരിചയമുണ്ട് കേട്ടോ. ഒരുപാട് കൂട്ടുകാർ, ഒരുപാട് അമ്മമാരും ചേച്ചിമാരുമായിട്ട് പലരും എന്നോട് ചോദിച്ചു, ഇപ്പോൾ വലിയ യൂട്യൂബറൊക്കെ ആയപ്പോൾ സമയമില്ല അല്ലേ അമ്പലത്തിലേക്ക്. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലേക്ക് ഈ ഒരു യൂട്യൂബ് കാരണം അല്ല കേട്ടോ. അന്ന് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല, ജോലിക്ക് പോകുന്നില്ല. അപ്പം വീട്ടിലത്തെ പണി ഞാൻ അമ്പലത്തിലേക്ക് വരാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ പണിക്ക് പോകുന്ന സ്ഥിതിക്ക് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ലീവാക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ പണി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് മക്കളെ 3 ആൾ റെഡിയായി എല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം മലയിലെ അമ്പലത്തിലാണെങ്കിലും നമ്മൾ താഴെ ഉള്ള അമ്പലത്തിലാണ് നമുക്ക് എല്ലാത്തിനും ഒന്നും കൂടി വരാൻ കഴിയാതെ പോയത്. പിന്നെ നമ്മൾ വീടും കുറച്ച് ദൂരം കൂടിയത് കൊണ്ട്, അല്ലാതെ ഒരിക്കലും യൂട്യൂബ് ഒന്നിനും ഒരു തടസ്സമായിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ വന്നാൽ വീഡിയോ ഒക്കെ കിട്ടുകയല്ലേ ചെയ്യുക. പക്ഷേ അതല്ല, നമുക്ക് എത്തിക്കാൻ കഴിയുന്നില്ലായിരുന്നു കേട്ടോ. നമ്മളെ ജോലിയും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നടക്കണം, മക്കളും സ്കൂളും പഠനവും. അപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ എപ്പോഴും എനിക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മളെ പണി കഴിഞ്ഞിട്ടുള്ള സമയം അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ വേറെ ഒരു കാരണവശാലും നമ്മൾ അമ്പലത്തിനെ മാറ്റി നിർത്തിയതല്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വീട് പണിയും കാര്യങ്ങളും എല്ലാം കൂടെ വന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്നെ അറിയുന്ന, നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അമ്പലത്തിൻ്റെ തന്നെ ഒരുപാട് ചേച്ചിമാരുണ്ട്, ഒരുപാട് പേരുണ്ട്.
അപ്പോൾ അവരോടൊക്കെ പറയുകയാണ് ഒരിക്കലും ഞാൻ മാറി നിന്നതല്ല, മാറ്റി നിർത്തിയതുമല്ല, എനിക്ക് സമയം എത്തിപ്പെടാത്തത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യത്തിലും പങ്കെടുത്തേനെ. ഇതിപ്പം സാഹചര്യവശാൽ ആണ് എത്താൻ കഴിയാതെ പോണത് കേട്ടോ. ഒന്ന് ഞാൻ വിചാരിക്കുന്നു ഒക്കെ ഒന്ന് ഫ്രീ ആവുമായിരിക്കും, സ്വസ്ഥമാവുമായിരിക്കും, അപ്പോൾ എല്ലാത്തിനും എനിക്ക് എത്തിപ്പെടാൻ കഴിയുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലെ ഏറ്റവും നല്ലൊരു തിറ മഹോത്സവമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുവൊക്കെ ഇതാ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ, ആദ്യക്കുട്ടനും കൂടും. പിന്നെ അധികം നേരം നിന്നിട്ടില്ല നമ്മൾ. പിന്നെ സുബിച്ചേച്ചിയും മോളും കലച്ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. കലച്ചേച്ചി കുടുവിനൊരു പന്തൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. അങ്ങനെ എന്താ പറയുക, 10 മണി ആയപ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് പോകുന്നത് കണ്ടില്ല. 10 മണി കഴിഞ്ഞ സമയത്തും അതുപോലെ തിരക്കാണ്. പിന്നെ നമ്മൾ വണ്ടി നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തൊന്നും ഇടാൻ പറ്റൂലായിരുന്നു, കുറേ ദൂരെ നിർത്തിയിടേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പോകണപ്പം താഴെ റോട്ടിൽ വന്നപ്പോഴത്തേക്കും ഓരോരുത്തർക്ക് ഐസ്ക്രീം വേണം. പിന്നെ ആദ്യക്കുട്ടൻ അവൻ തന്നെ പറഞ്ഞു കേട്ടോ, അമ്മ എനിക്ക് വേണ്ട, പനിയും ചുമയും അല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് അവൻ തന്നെ പറഞ്ഞു. പിന്നെ കുടു കുറച്ച് ശാഠ്യം പിടിച്ചു കേട്ടോ ഐസ്ക്രീമിന് വേണ്ടി. പിന്നെ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാതെ രക്ഷപ്പെടാലോ എന്നും പറഞ്ഞ് കലച്ചേച്ചി അവനൊരു പന്ത് വാങ്ങിക്കൊടുത്തു. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് എൻ്റെ കയ്യിൽ കാര്യമായിട്ട് ഇപ്രാവശ്യം അങ്ങനെ നമ്മൾ ചിലവാക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല. നമ്മൾ എന്താ പറയുക, അങ്ങനെ കണ്ട് കേട്ട് കൂടി ആടി ഇങ്ങ് പോന്നു. പിന്നെ ചെറിയൊരു ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. പിന്നെ ഡാൻസിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് ഇതിൽ ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ആവും എന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഇതിനകത്ത് ഇടുന്നില്ല. പിന്നെ അല്ലാതെ കോപ്പിറൈറ്റ് അല്ലാതെ പാട്ട് ആഡ് ചെയ്ത് ഇടാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു, പക്ഷേ അത് എനിക്ക് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡാൻസ് ഇടാത്തത്. എങ്ങനെയോ പാട്ട് എന്തോ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോന്നു കേട്ടോ. അത് ഐസ്ക്രീമൊക്കെ തിന്ന് സുബിച്ചേച്ചിയൊക്കെ ഇതാ നടക്കുന്നു. എല്ലാവരും മാങ്ങയും ഐസ്ക്രീമൊക്കെ തിന്ന് അങ്ങനെ വീട്ടിൽ വന്ന പാട് ഏട്ടായി പറഞ്ഞു എനിക്ക് ഇച്ചിരി ചുക്ക് കാപ്പി ഉണ്ടാക്കിത്താന്ന് പറഞ്ഞു. അങ്ങനെ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ 2-3 ദിവസമായി ഉത്സവം കഴിഞ്ഞിട്ട് കേട്ടോ. ഇന്നാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണത്. ഇതൊക്കെ കുടിച്ച് ഇപ്പം എന്താ പറയുക, വയറുവേദനയും ചുമയും തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും കുറച്ച് ചുക്ക് കാപ്പിയൊക്കെ കൊടുത്ത് അങ്ങനെ അന്ന് ഞങ്ങൾ അങ്ങോട്ട് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ. ഇനി കുറേ കാര്യങ്ങൾ എഴുതി വെക്കാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നതാണ്. കുറേ കാര്യം തന്നെ, കുറേ കാര്യം. അപ്പോൾ 3-4 ദിവസമായിട്ട് വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അമ്പലം, 2 അമ്പലം എന്ന് പറഞ്ഞാൽ 2 അമ്പലം നമുക്ക് പ്രധാനപ്പെട്ട അമ്പലം തന്നെയാണ്. പക്ഷേ മാറി നിന്നതല്ല, ഇതാണ് അവസ്ഥ. നമ്മളെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ആയതുകൊണ്ട് ശരിക്കും നമ്മൾ മറ്റ് യൂട്യൂബർ ആയതുകൊണ്ടൊന്നും അല്ല മാറിയുന്നത് കേട്ടോ. ഞാൻ നേരത്തെ യൂട്യൂബുള്ള സമയത്തും ഞാൻ അമ്പലത്തിൽ വരലുണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും പങ്കെടുക്കലുണ്ടായിരുന്നു. വീഡിയോ തന്നെ ഞാൻ ഒരുപാട് ഇട്ടത് എനിക്ക് തോന്നുന്നു യൂട്യൂബ് മാത്രമുള്ള സമയത്താണെന്ന് തോന്നുന്നു. അന്ന് ജോലിക്ക് പോകുന്നില്ല. ഇപ്പോൾ അതല്ല കേട്ടോ, ഇപ്പോൾ നേരെ മറിച്ച് നമ്മൾ ജോലിക്ക് പോകണം, നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, മക്കളെ കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ ഇടയിലൂടെ കിട്ടുന്ന സമയമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പം അന്ന് ഫ്രീ ആയിരുന്നത് കൊണ്ട് എനിക്ക് പോവായിരുന്നു. ഇപ്പോൾ മക്കൾ സ്കൂളിൽ വിട്ട് വന്നാൽ അവരെയും കൂട്ടി അങ്ങ് പോയാൽ മതി. ഇപ്പോൾ മറ്റത് കുഴപ്പമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം 2 അമ്പലത്തിലും എല്ലാ കാര്യങ്ങൾക്കൊന്നും കൂടാനൊന്നും പറ്റിയില്ല. ഉത്സവത്തിനൊന്ന് കൂടി കണ്ട് കേട്ട് പോരുകയാണ്. അപ്പോൾ പലരും എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വലിയ യൂട്യൂബറൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളെയൊക്കെ മറന്നു, ദൈവത്തെ മറന്നു, വരാതെയായി എന്നൊക്കെ പറയുമ്പോൾ നമുക്കെന്തോ എന്താ പറയാമെന്ന് അറിയില്ല കേട്ടോ. നമ്മളെ സിറ്റുവേഷൻ ആരും മനസ്സിലാകുന്നില്ല. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ കാണുന്നവർക്ക് നമ്മളെ അവസ്ഥ അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ യൂട്യൂബ് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. നമുക്ക് യൂട്യൂബ് കൂടാതെ അന്ന് യൂട്യൂബ് ഉള്ള സമയത്തും ജോലി ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ജോലിക്ക് പോകുന്നില്ല. കുടു തീരെ കുഞ്ഞായിരുന്നു. കുടുവിന് 2 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും കുടുവിനെ വിട്ടിട്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ജോലിയും കൂടെ ഉണ്ടാകുമ്പോൾ ജോലിക്ക് പോയി വന്നിട്ട് നമ്മൾ താഴെ വീട്ടിലായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. താഴെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി ദൂരമുള്ളൂ.
പണി കഴിഞ്ഞ് ഞാൻ വരുന്നതിന് മുമ്പ് പിള്ളേർ സ്കൂൾ വിട്ട് വരും, അവരെ കാര്യങ്ങൾ കഴിയും. ഇതല്ല, ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. 6 മണിയാകുമ്പോൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ 3 ആളും റെഡിയാക്കി പിന്നെ അവരെ കാര്യങ്ങളെല്ലാം കഴിയണം. ഒന്ന് അമ്പലത്തിലേക്കോ എവിടേക്കെങ്കിലും ഒന്ന് പോരണമെങ്കിൽ പകലൊന്നും ഇപ്രാവശ്യം അമ്പലത്തിലെ ഒരു കാര്യങ്ങൾക്കൊന്നും കൂടി കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കാരണം എന്നുള്ളതാണ് സത്യം. അപ്പോൾ എല്ലാവരും ഉത്സവമൊക്കെ കണ്ടു. എന്നെ കൊണ്ട് കഴിഞ്ഞ ഇപ്രാവശ്യം ഞാനധികം വീഡിയോ പിടിച്ചിട്ടില്ല, മോനാണ് വീഡിയോ പിടിച്ചത്. അപ്പം ഞങ്ങളെ നാട്ടിലെ കുഞ്ഞുത്സവം നല്ല ഒരുപാട് വലിയ ഉത്സവം ഇപ്രാവശ്യം നല്ലതായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും അതായത് എല്ലാ മതസ്ഥര എല്ലാ എന്താ പറയുക സൗഹാർദ്ദ വിരുന്നുണ്ടായിരുന്നു. എല്ലാവരെയും വിളിച്ചുകൊണ്ട് എല്ലാ രീതിയിലും. അതുപോലെ ക്യാമ്പുകൾ ആരോഗ്യ എന്തായാലും ജീവതാളം അങ്ങനെ എന്തോ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നടന്നു പോയ ഒരു ഉത്സവമായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ഉത്സവം. അപ്പോൾ എല്ലാ രീതിയിലും നല്ല അടിപൊളി ഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവം തന്നെയായിരുന്നു. എൻ്റെ എല്ലാ ഭംഗിയോടും കൂടിയൊന്നും എനിക്ക് എൻ്റെ ഈ ചെറിയൊരു ഫോണിൽ അത് ക്യാമറ ടച്ചും കാര്യങ്ങളൊക്കെ പൊട്ടിക്കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പിടിച്ച വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്നത്തെ എന്താ പറഞ്ഞു ഇത് പ്രസംഗിക്കുന്ന പോലെ ആയില്ലേ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി കേട്ടോ. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ. അതെന്താ കൂടു ആ ഡെറ്റോളാഞ്ഞേ